ആയിരങ്ങൾക്ക് ഫലം ലഭിച്ച 12,000 ബിസ്മിയുടെ അമല് ഈ ഒരൊറ്റ വീഡിയോ കാണുന്നതിലൂടെ 12 ദിവസങ്ങളെ കൊണ്ട് എങ്ങനെ ചൊല്ലി തീർക്കാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഈ 12,000 ബിസ്മിയുടെ അമല് ചൊല്ലുമ്പോൾ പല ആളുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രയാസം എണ്ണം തെറ്റിപ്പോകുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഏതെല്ലാം സമയങ്ങളിൽ ചൊല്ലിയിട്ടാണ് അതങ്ങ് പൂർത്തീകരിക്കേണ്ടത്. 12,000 തവണ ചൊല്ലുമ്പോൾ അത് ഒരു ദിവസം എത്ര ചൊല്ലണം, ഒരു സമയത്ത് എത്ര ചൊല്ലണം, ഇതൊക്കെ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ പ്രതിസന്ധിയാണ്. അതിൽ നിന്ന് രക്ഷ നേടാൻ ഈ വീഡിയോ കാരണമാകും. ഈ വീഡിയോ കാണുന്നതിലൂടെ 12 ദിവസങ്ങളെ കൊണ്ട് ഈ ഒരു അമല് നിങ്ങൾക്ക് ചെയ്തു തീർക്കാവുന്നതാണ്. ഒരുപാട് ആളുകൾക്ക് ജോലി നേടിക്കൊടുത്ത, നിരവധി ആളുകൾക്ക് അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് ലഭിക്കാൻ കാരണമായ ആ 12,000 ബിസ്മിയുടെ അമല് ഒരൊറ്റ വീഡിയോ കൊണ്ട് എങ്ങനെ നമുക്ക് ചെയ്തു തീർക്കാം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എണ്ണം തെറ്റുകയില്ല. കാരണം ഇവിടെ ഈ വീഡിയോയിൽ നമ്മൾ ഒരൊറ്റ തവണ നിങ്ങൾ വീഡിയോ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ 200 തവണയാണ് നമ്മൾ ചൊല്ലുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിന്റെ യഥാർത്ഥ ശരിക്കും എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന വിഷയത്തിലേക്ക് വരികയാണ്. ഒരുപാട് ആളുകൾ കോൾ ചെയ്യുന്നുണ്ട് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണെന്ന് ഓർമ്മപ്പെടുത്തണം. അപ്പോ 12,000 തവണ ബിസ്മി ചൊല്ലാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നവർക്ക് തെറ്റാതെ, എണ്ണം പിഴക്കാതെ, അശ്രദ്ധമാകാതെ, പല ആളുകളും ചൊല്ലിയിട്ട് പിന്നെ വിട്ടുപോകുന്നു ചൊല്ലാൻ, പിന്നെ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട്. പല ആളുകളും നമ്മെ അറിയിക്കുന്നതാണ്. അത്തരം ആളുകൾക്കൊക്കെ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു രൂപമാണ് നമ്മൾ പറയുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മള് ഒന്നുകിൽ വെള്ളിയാഴ്ച അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ ഓൺ ചെയ്ത് വെച്ചാൽ 200 തവണ, നമ്മളിവിടെ 200 തവണ ഇപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലും. അപ്പൊ ഈ വീഡിയോ ഓൺ ചെയ്ത് വെച്ചാൽ 200 തവണ തസ്ബീഹ് മാല എടുക്കാതെ, എണ്ണം പിടിക്കാതെ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റും. അതെങ്ങനെയാ? 200 തവണ ഞാനിവിടെ കൃത്യമായി എണ്ണം പിടിച്ച് ചൊല്ലുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് ഓൺ ചെയ്ത് വെച്ച് നിങ്ങൾക്ക് കിടന്നിടത്ത് കിടന്ന് ചൊല്ലാം. നിങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗത്ത് ഇത് ഓൺ ചെയ്ത് വെച്ച് ചൊല്ലാം. എന്തെങ്കിലും ജോലി ചെയ്യുന്നതിന് ഒരു ഭാഗത്ത് ഇത് ഓൺ ചെയ്ത് വെച്ച് ചൊല്ലാം. അവിടെ എണ്ണം പിടിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ കൂടെ ഇങ്ങനെ ചൊല്ലിയാൽ മതി. അപ്പൊ 200 തവണ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. അപ്പൊ 200 തവണ പൂർത്തിയാക്കുമ്പോൾ നമ്മൾ മഗ്രിബിന് സാധാരണ എല്ലാവരും വെള്ളിയാഴ്ച രാവിലെ തുടങ്ങും, വെള്ളിയാഴ്ച പകലിൽ തുടങ്ങും. അപ്പൊ നമ്മൾ വെള്ളിയാഴ്ച രാവിലെ തുടങ്ങുന്ന രൂപമാണ് ഇപ്പൊ പറയുന്നത്. എങ്ങനെയും തുടങ്ങാം കേട്ടോ. വെള്ളിയാഴ്ച പകൽ തുടങ്ങാം, വെള്ളിയാഴ്ച രാവിലെ തുടങ്ങാം, അതേപോലെ തന്നെ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ തുടങ്ങാം. കൂടുതൽ ഇജാബത്ത് കിട്ടുന്ന രൂപമാണ് നമ്മൾ പറയുന്നത്. വെള്ളിയാഴ്ച രാവിലെ മഗ്രിബിന് ശേഷം നമ്മൾ ഈ വീഡിയോ ഓൺ ചെയ്യുന്നു. ഈ വീഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് എത്ര തവണ ചൊല്ലാൻ പറ്റും? 200 തവണ. എണ്ണം പിഴക്കോ ഇല്ല, ഇതിന്റെ ഒപ്പം ചൊല്ലിയാൽ മതി. അപ്പൊ 200 തവണ ചൊല്ലാൻ വേണ്ടിയിട്ട് ഇത് ഓൺ ചെയ്ത് വെക്കുകയാണ് അല്ലെ. പിന്നീട് നമ്മള് ളുഹറിന്, പിറ്റേ ദിവസം ളുഹറിനാണ് ചൊല്ലുന്നത്. പിറ്റേ ദിവസം ളുഹറിന് ചൊല്ലുമ്പോൾ അവിടെ എത്ര തവണ പൂർത്തിയാകുന്നു? 200ഉം 200ഉം. 200ആണ് ഈ വീഡിയോയിലുള്ളത്, നമ്മൾ ബിസ്മി ചൊല്ലുന്നത്. അപ്പൊ 200ഉം 200ഉം 400ആയി. പിന്നെ നമ്മൾ അസ്റിന് ചൊല്ലുന്നു. അപ്പോ 400ഉം 200ഉം 600ആയി. പിന്നെ വീണ്ടും നമ്മൾ മഗ്രിബിന് ചൊല്ലുന്നു, അസ്ർ കഴിഞ്ഞിട്ടുള്ള മഗ്രിബിന്. അപ്പോ 600ഉം 200ഉം 800ആയി. പിന്നെ നമ്മൾ 800 കഴിഞ്ഞിട്ട് പിന്നെ 1000 ആണ് വരുന്നത്. ഈ 1000 ചൊല്ലാൻ, 1000 പൂർത്തീകരിക്കുന്നത് നമ്മൾ തഹജ്ജുദിന്റെ സമയത്തേക്ക് അല്ലെങ്കിൽ സുബ്ഹിയുടെ സമയത്തേക്ക്, ഏറ്റവും നല്ല തഹജ്ജുദിന്റെ സമയമാണ്, തഹജ്ജുദിന്റെ സമയത്തേക്ക് മാറ്റിവെക്കുന്നു. സാധിക്കാത്തവർ സുബ്ഹിന്റെ സമയത്തേക്ക് മാറ്റിവെക്കുക. അപ്പൊ 1000 പൂർത്തിയാകുന്നത് സുബ്ഹിയുടെ സമയത്താണ്. പ്രത്യേകം മനസ്സിലായല്ലോ, 1000 പൂർത്തിയാകുന്നത് സുബ്ഹിയുടെ സമയത്താണ്. അപ്പോ നമുക്ക് 1000 പൂർത്തിയായാൽ നമുക്ക് ചെയ്യാൻ ചില കാര്യങ്ങളുണ്ട്. ആ ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് 1000 നമ്മൾ സുബ്ഹിന്റെ അവിടത്തേക്ക് മാറ്റിവെച്ചത്. അപ്പൊ 1000 പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ സ്വലാത്ത് ചൊല്ലുന്നു. സ്വലാത്ത് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അപ്പൊ ആ സ്വലാത്തും കൂടെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മളിപ്പോ ഇതിൽ ഉൾപ്പെടുത്തുന്നത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്നുള്ള സ്വലാത്താണ്. അപ്പോ അങ്ങനെ ഈ വീഡിയോ ഒരു ദിവസം നിങ്ങൾ ളുഹറിന് മഗ്രിബിന് തുടങ്ങുകയാണെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് 1000 പൂർത്തിയാക്കാൻ പറ്റും. ഇനി പിറ്റത്തെ ദിവസം നമുക്ക് ചൊല്ലാൻ സാധിക്കുന്നില്ല, ഒരു യാത്രയുണ്ട്, എന്നാൽ സ്കിപ്പ് ചെയ്യുക, ഒഴിവാക്കുക. അതിന് തൊട്ട് ശേഷമുള്ള ദിവസമാണ് ചൊല്ലേണ്ടതെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം വീഡിയോ ഓപ്പൺ ചെയ്യാം, എണ്ണം പിടിക്കേണ്ട ആവശ്യമില്ല, ഇവിടുന്ന് ചൊല്ലുന്നതിനനുസരിച്ച് ഇങ്ങനെ ചൊല്ലിയാൽ മതി. അങ്ങനെ 12,000 ബിസ്മി നമുക്ക് വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ പറ്റും. ഞാൻ ഒന്നും കൂടെ അതിന്റെ രൂപം പറയാം. ഇതിൽ നമ്മൾ ഈ വീഡിയോയിൽ 200 ബിസ്മിയാണ് ചൊല്ലുന്നത്. അപ്പൊ ഒരു തവണ നമ്മൾ ബിസ്മി ഈ വീഡിയോ ഓൺ ചെയ്ത് വെച്ചാൽ 200 തവണ നമുക്ക് ചൊല്ലാൻ പറ്റും.
അപ്പൊ 200 തവണ ചൊല്ലാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പൊ 200 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു ദിവസം 5 തവണ ഈ വീഡിയോ ഓപ്പൺ ചെയ്ത് വെച്ചാൽ 1000 തവണ പൂർത്തിയാകും. ഈ 1000 തവണ പൂർത്തിയാക്കേണ്ടത് നമ്മൾ പറഞ്ഞ റൂട്ട് പ്രകാരം അത് തഹജ്ജുദിന്റെ സമയത്തോ സുബഹിയുടെ സമയത്തോ ആണ്. എന്നിട്ട് പെട്ടെന്ന് നമുക്ക് ഈ 12,000 ബിസ്മി 12 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റും. അതിന് പറ്റുന്നൊരു വീഡിയോ ആണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലി തുടങ്ങാം. എല്ലാവരും ചൊല്ലിക്കാം. بسم الله الرحمن الرحيم 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 بسم الله
Bismillahir Rahmanir Rahim. 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 ഇപ്പൊ നമ്മൾ 200 തവണ ബിസ്മി ചൊല്ലി തീർത്തു. ഈ 200 തവണ ചൊല്ലി തീർത്തത് ഇൻഷാ അല്ലാഹ് 5 തവണകളിലായിട്ട്. ഇപ്പൊ മഗ്‌രിബിന് ശേഷമാണ് ഇത് തുടങ്ങിയതെന്നുണ്ടെങ്കിൽ ഇനി ഈ വീഡിയോ തന്നെ അടുത്ത ളുഹറിന് ശേഷം ഓൺ ചെയ്ത് വെക്കുക. അപ്പൊ 400 ആയി. അസ്റിന് ശേഷം ഓൺ ചെയ്ത് വെക്കുക. അപ്പൊ 600 ആയി. മഗ്‌രിബിന് ശേഷം വീണ്ടും ഓൺ ചെയ്ത് വെക്കുക. അപ്പൊ 800 ആയി. പിന്നീട് നമ്മൾ സുബ്ഹിക്ക് ശേഷം അല്ലെങ്കിൽ സുബ്ഹിന്റെ ഉടനെ അല്ലെങ്കിൽ തഹജ്ജുദിന്റെ ഉടനെയൊക്കെ ആക്കി വെക്കുന്നു. അതെന്താ കാരണം എന്ന് വെച്ചാൽ പിന്നീട് 1000 തവണയാണ് ആകുന്നത്. ആ 1000 തവണയാകുന്ന സമയം നമുക്കൊരു സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാനുണ്ട്. അത് ഇജാബത്ത് കിട്ടുന്ന സമയമായിരിക്കണം എന്ന് കരുതിയിട്ടാണ് നമ്മൾ സുബ്ഹിയുടെയോ മഗ്‌രിബിന്റെയോ സമയത്തേക്ക് മാറ്റിവെച്ചത്. ഇജാബത്ത് കിട്ടിയ ഒരുപാട് ആളുകളുണ്ട്, റിസൾട്ട് കിട്ടിയത്. അവരൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഈ രൂപത്തിലാണ് ചൊല്ലിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോയിൽ ഇനിയും 200 തവണ ഇതെങ്ങനെ ചൊല്ലി പോകുന്നുണ്ട്. ഒരൊറ്റ അടിക്കൊക്കെ ഇരുന്ന് ചൊല്ലാൻ ആഗ്രഹിക്കുന്നവർക്ക് ചൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത 200 തവണ ചൊല്ലാൻ പോവാണ്. ഇതൊരൊറ്റ വീഡിയോ കൊണ്ട് പൂർത്തിയാക്കി എങ്ങനെയാന്ന് വെച്ചാൽ ഇത്രയും ഭാഗം ഓൺ ചെയ്ത് വെച്ചിട്ട് ഒരു വഖത്തിന് ചെയ്യാം. എന്നിട്ട് അടുത്ത വഖത്താവുമ്പോൾ വീണ്ടും അത് ഓൺ ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് 5 വഖത്ത് കൊണ്ട് 5 സമയം കൊണ്ട്, അത് മഗ്‌രിബ്, ളുഹർ, അസ്ർ, മഗ്‌രിബ്, പിന്നെ സുബ്ഹ്, ഈ സമയം ആകുമ്പോഴേക്ക് ഏകദേശം നമുക്ക് 1000 പൂർത്തിയാക്കാൻ പറ്റും. കൃത്യമായിട്ട് 1000 പൂർത്തിയാക്കാൻ പറ്റും. ആ തഹജ്ജുദിന്റെ സുബ്ഹിന്റെ സമയത്ത്, ഇജാബത്തുള്ള സമയത്ത് നമുക്ക് വളരെ ആത്മാർത്ഥതയോടുകൂടെ സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യം റബ്ബിനോട് പറയാനും പറ്റും. ശരിക്കും ഈ 12000 ബിസ്മി ഇങ്ങനെ ചൊല്ലേണ്ടതെന്നുള്ള രൂപം നമ്മൾ കൃത്യമായിട്ട് ഒരുപാട് വീഡിയോയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതതിൽ പറയാത്തത്. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കിയുള്ള, ഇപ്പൊ നമ്മൾ 200 ചൊല്ലിയത്, ഇനി ബാക്കിയുള്ളത് ചൊല്ലേണ്ടവർക്ക് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. ഇൻഷാ അല്ലാഹ് ബിസ്മി ഇപ്പൊ 200 ചൊല്ലിക്കഴിഞ്ഞു. ഇനി എന്താ 400ാമത്തത് 201 മുതൽ 400 വരെയുള്ള ചൊല്ലുന്നു, മറ്റൊരു വഖത്തിനുള്ളത്. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത് ചൊല്ലുന്നു. അങ്ങനെയാണ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മൾ ചെയ്യുന്ന അമലുകളിൽ വലിയ സമ്പൂർണ്ണമായ നല്ല റിസൾട്ട് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 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 ബിസ്മില്ലാഹിർ റഹ്മാനിർ
റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം بسم الله الرحمن الرحيم 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 ഇപ്പൊ നമ്മള് ളുഹറിന് മഗ്രിബിനാണ് നമ്മൾ തുടങ്ങിയത്. മഗ്രിബിന് നമ്മള് ചൊല്ലിയിട്ട് ആരംഭിച്ചു. ളുഹറിന് നമ്മള് 200 ചൊല്ലി. അപ്പൊ മൊത്തം 400ആയി. ഇനി നമ്മൾ അസ്വറിന് ശേഷമുള്ളതാണ് ഈ ചൊല്ലാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ സമയത്തേക്ക് അസ്വറിന്റെ ശേഷമുള്ള ആളുകളൊക്കെ ഈ ഭാഗം കറക്റ്റ് ഓർമ്മ വെച്ച് അല്ലെങ്കിൽ ഇവിടെ പോസ് ചെയ്തിട്ട് അസ്വറിന് ശേഷം ചൊല്ലാനുള്ളത് പ്രത്യേകം മാറ്റി വെച്ചിട്ട് അസ്വറിന് ശേഷം 200 ചൊല്ലുക. അപ്പൊ അസ്വറിന് ശേഷം 200 ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ചൊല്ലാവുന്നതാണ്. ആ കൂടെ ചൊല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഇത് 200 തവണ ചൊല്ലുന്നത്. അങ്ങനെ ഒരൊറ്റ
ദിവസം കൊണ്ട് 1000 നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അസ്റിന് ശേഷമുള്ള 200 ചൊല്ലുന്നത്. ആ സമയത്തേക്ക് ചൊല്ലാനുള്ളവരെ ചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 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 بسم الله الرحمن الرحيم 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 بسم الله الرحمن الرحيم
بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم. ഇപ്പൊ നമ്മൾ 600 ബിസ്മി ചൊല്ലി തീർത്തു. 600 ബിസ്മി. ഇനി മഗ്രിബിന് ഇതിപ്പോ അസ്റിന് ശേഷം 200 ചൊല്ലിയത്. ഇനി മഗ്രിബിന് ഇതേപോലെ 200 തവണ കൂടി ചൊല്ലിയാൽ 800 ആയി. അത് കഴിഞ്ഞിട്ട് നമ്മള് മഗ്രിബ് കഴിഞ്ഞിട്ട് നേരെ നമ്മള് സുബ്ഹിന്റെ സമയത്ത് അല്ലെങ്കിൽ തഹജ്ജുദിന്റെ സമയത്ത്, അപ്പോ ഈ സമയത്തും കൂടി ചൊല്ലുമ്പോൾ 1000 തവണ പൂർത്തിയാകും. അപ്പൊ അതും കൂടെ ചൊല്ലിയിട്ട് ആ 1000 തവണ പൂർത്തിയാക്കിയതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് വളരെ റാഹത്തോടു കൂടെ നമ്മുടെ സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യ റബ്ബിനോട് പറയാം. അങ്ങനെയാണ് നമ്മുടെ റൂട്ട് വരുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പൊ നമ്മൾ തെരഞ്ഞെടുത്തത് ആ സമയത്തേക്ക് തെരഞ്ഞെടുക്കാൻ കാരണം അത് ഇജാബത്ത് കൂടുതൽ ആ സമയത്ത് ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ ഇനി മഗ്രിബിന് ശേഷം ചൊല്ലാനുള്ള 200 ആണ് ചൊല്ലുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 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 بسم الله الرحمن الرحيم 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 بسم الله الرحمن الرحيم
بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ഇപ്പൊ നമ്മള് മഗ്രിബിന് ശേഷമുള്ള 200 കൂടെ ചൊല്ലി തീർത്തു. അങ്ങനെ ടോട്ടൽ 800 തവണ ചൊല്ലി തീർത്തു. ഇനി സുബ്ഹിക്ക് ശേഷമോ അല്ലെങ്കിൽ തഹജ്ജുദിന് ശേഷമോ 200 തവണയും കൂടെ ചൊല്ലിയാൽ 1000 തവണ പൂർത്തിയായി. ഈ 1000 തവണ പൂർത്തിയായതിന്റെ ശേഷം ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് റബ്ബിനോട് നമ്മുടെ ആഗ്രഹം പറഞ്ഞ് ദുആ ചെയ്യലാണ് നമ്മുടെ അമലിന്റെ രൂപം. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മള് ആ ഒരു തഹജ്ജുദിന് ശേഷമോ സൗകര്യാർത്ഥം സുബഹിക്ക് ശേഷമൊക്കെ ചെയ്യുന്ന ആ ഒരു 200 തവണയും കൂടെ ചൊല്ലിയിട്ട് നമ്മൾ അവസാനിപ്പിക്കും. അങ്ങനെയാണ് ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാൻ സാധിക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 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 ബിസ്മില്ലാഹിർ الرحمن الرحيم بسم الله 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 الرحمن
الرحمن الرحيم بسم الله 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 الرحمن الرحيم. ഇതിന് ശേഷമാണ് നമ്മൾ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലെ സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യേണ്ടത് ഇതിന് ശേഷമാണ്.
അപ്പോൾ ഒരു സ്വലാത്ത് വേഗം ചൊല്ലുക. ആ സ്വലാത്ത് ചൊല്ലിയിട്ട് ഏതാവശ്യത്തിന് വേണ്ടിയാണോ നമ്മളിപ്പോൾ ഈ ഒരു ബിസ്മിയുടെ അമല് ചെയ്തത്, ആ ആവശ്യം റബ്ബിനോട് പ്രത്യേകം ദുആ ചെയ്യാം. ഇതോടുകൂടെ നമ്മൾ 1000 തവണ പൂർത്തീകരിച്ചു. ഇനി അടുത്ത 1000ത്തിന് വേണ്ടി അടുത്ത ദിവസത്തിൽ ഇതേപോലെ ഇരിക്കുക. ഇതിപ്പോൾ വേറെ രൂപത്തിലും ചെയ്യാവുന്നതാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഒരു 30 മിനിറ്റ്, അരമണിക്കൂർ സമയമുണ്ടെന്ന് സങ്കല്പിക്കാം. എന്നാൽ അരമണിക്കൂർ സമയമുണ്ടെങ്കിൽ അരമണിക്കൂർ ഒരു ദിവസം എപ്പോഴാണോ മാറ്റി വെക്കാൻ പറ്റുന്നത് ആ സമയത്ത് ഇതങ്ങ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ 12 ദിവസങ്ങളെ കൊണ്ട് നമുക്കിത് ചെയ്തു തീർക്കാൻ പറ്റും. ഇനി ഒരു ദിവസം തന്നെ 2 പ്രാവശ്യം ചെയ്യാൻ പറ്റുന്നവർക്ക് 6 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റും. അങ്ങനെ ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് 12 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാം, 6 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാം. ഒരു ദിവസം 3 തവണ ചൊല്ലുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ പറ്റും. അങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ പൂർത്തീകരിക്കാൻ പറ്റും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും അവരവരുടെ നല്ല നിയ്യത്തുകൾ കരുതിയ ഹലാലായ ആവശ്യങ്ങൾ, ഹലാലായ മുറാദുകൾ, അതിനു വേണ്ടിയിട്ട് പ്രത്യേകം ഈ അമൽ ചെയ്യാവുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.